ജിത്തു ജോസഫ് ആസിഫ് അലിയുടെ മിറാഷ് കണ്ടതിന് ശേഷമുള്ള ഒരു 1 മിനിറ്റ് റിവ്യൂ ആണ്. എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ മൊത്തത്തിൽ കാണുമ്പോൾ ഒരു എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാർ, എന്തിനോ കുറെ ട്വിസ്റ്റുകളൊക്കെ ഇട്ട് യാതൊരു അപ്ലിഫ്റ്റും ഇല്ലാതെ വളരെ മോശം ബാക്ക്ഗ്രൗണ്ട് സ്കോർ, വളരെ മോശം സിനിമാറ്റോഗ്രഫി, ഒരു സീരിയലിന്റെ നിലവാരത്തിലുള്ള ഒരു സിനിമാറ്റോഗ്രഫി. എന്തിനാണ് ജിത്തു ജോസഫ് ഈ പടം എടുത്തതെന്നോ, നല്ല കരിയർ ഗ്യാഫിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്ന ആസിഫ് അലി ആവശ്യമില്ലാതെ എടുത്തൊരു പ്രൊജക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. അപർണ ബാലമുരളി എല്ലാം ഒക്കെ ഉണ്ടെങ്കിലും കുറെ താരങ്ങളുണ്ട്, സമ്പത്തും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു കാര്യമില്ലാത്ത പടം. നമുക്ക് വേണമെങ്കിൽ തിയേറ്ററിൽ ഒരു ജിത്തു ജോസഫ് പടം എന്നുള്ള രീതിയിലാണ് നമ്മൾ സിനിമ കാണാൻ വരുന്നത്. ജിത്തു ജോസഫിന്റെ പടം എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു വട്ടം കാണാന്നുള്ള രീതിയിലാണ് നമ്മൾ വരുന്നത്. പക്ഷെ ഒരു വട്ടം പോലും കാണാനില്ല ഈ സിനിമ യഥാർത്ഥത്തിൽ. ഒരു OTT-യിൽ വന്നാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 1% പോലും ഇല്ലാത്തൊരു സിനിമ. പോസിറ്റീവ് എന്ന് പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ലാത്തൊരു സിനിമ. എനിക്കൊന്ന് ജിത്തു ജോസഫിന്റെ മൊത്തത്തിലുള്ള കരിയറിലെ ഏറ്റവും മോശം സിനിമകളിൽ ഒരു സിനിമയാണ് മിറാഷ്. പേര് പറയുമ്പോൾ ഒരു മാജിക്കൽ ഫിനോമിനെയാണ് മിറാഷ് എന്ന് പറയുന്നത്. പക്ഷെ ഒരു മാജിക്കും ഇവിടെ സംഭവിച്ചിട്ടില്ല. ജിത്തു ജോസഫ് വളരെ ശ്രദ്ധിച്ച് വേണം ദൃശ്യം 3 എന്ന് പറയുന്ന ഫ്രാഞ്ചൈസി എടുക്കാൻ. കാരണം വേറൊന്നുമല്ല, ഈ സിനിമ ജിത്തു ജോസഫിലുള്ള പ്രതീക്ഷകൾ നമ്മളിൽ നിന്ന് പോയി. കാരണം നമ്മളൊക്കെ ജിത്തു ജോസഫിന്റെ ഒരു ഭയങ്കര ഫാൻ ബോയ് ആണ്. പക്ഷെ ജിത്തു ജോസഫിന്റെ ഇതുവരെയുള്ള സിനിമകളിൽ ഏറ്റവും മോശവും നിലവാരമില്ലാത്ത ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിക്കോട്ടെ, സിനിമാറ്റോഗ്രാഫി ആയിക്കോട്ടെ, സ്ക്രിപ്റ്റ് വൈസ് ആയിക്കോട്ടെ, എല്ലാം മോശം എന്ന് തോന്നുന്നൊരു സിനിമ. ഇത് എന്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾക്കും കണ്ടതിന് ശേഷം അഭിപ്രായം ഇതാക്കാം. നിങ്ങളാണ് കാണേണ്ടത്, തീരുമാനിക്കേണ്ടത്. കണ്ടതിന് ശേഷം അഭിപ്രായം ഞാൻ കണ്ടതിന് ശേഷം എന്റെ കൃത്യമായിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ കമന്റ്സ് ഉറപ്പായിട്ടും രേഖപ്പെടുത്താം. എന്റെ ഇതിൽ ഈ പടം മസ്റ്റ് വാച്ച് പോയിട്ട് ഒരു വട്ടം പോലും കാണാനില്ല. OTT-യിൽ വന്നാൽ നിങ്ങൾക്ക് സമയമുള്ളപ്പം കാണാം.